പശ്ചിമേഷ്യയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചുകൊണ്ട് ഇറാനെതിരായ അമേരിക്കൻ ഇസ്രായേൽ സൈനിക നടപടി 60-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഫെബ്രുവരി 28-ന് പുലർച്ചെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ആരംഭിച്ച ഈ സംയുക്ത സൈനിക നീക്കം ആധുനിക യുദ്ധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാൻ ഇതുവരെ യുദ്ധത്തിനായി $25 ബില്യൺ ചെലവാക്കിയതായാണ് പുറത്തുവരുന്ന പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ബുധനാഴ്ച ഹൗസ് ആൻഡ് സർവീസസ് കമ്മിറ്റിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലൂടെ പുറത്തുവന്ന പെന്റഗണിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 മത്സരത്തിനുള്ളിൽ മാത്രം ഈ സംഘർഷത്തിനായി അമേരിക്ക ഏകദേശം $25 ബില്യൺ നീക്കിവെച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷി പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്ന പെന്റഗൺ ഏത് വില കൊടുത്തും ഇറാൻ ആണവ ശക്തിയാകുന്നത് തടയുമെന്ന് സഭയിൽ ആവർത്തിച്ച് വ്യക്തമാക്കി. എന്നാൽ ഇത്രയും ഭീമമായ തുക യുദ്ധത്തിനായി ചെലവിടുന്നത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ സാമ്പത്തിക ബാധ്യത സാധാരണക്കാരുടെ നികുതി പണത്തെയും ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ഡെമോക്രാറ്റുകൾ ശക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. യുദ്ധത്തിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് ഇടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ആഗോള എണ്ണ വിപണിയെ വരിഞ്ഞു മുറുക്കുന്ന ഈ നീക്കം വരും ദിവസങ്ങളിൽ ഇന്ധനവിലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ എണ്ണവില ഉടൻ തന്നെ ബാരലിന് $140 ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമുസ് ഇടുക്കിലെ ഈ തടസ്സങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഈ സമ്മർദ്ദ തന്ത്രങ്ങളെ ഇറാൻ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ എണ്ണക്കിണറുകൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്നും ഉപരോധം നീണ്ടു നിന്നാലും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ കഴിയില്ലെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് ടെഹ്റാൻ. തങ്ങളുടെ ആസ്തികൾ സുരക്ഷിതമാണെന്ന് തെളിയിക്കാൻ വേണമെങ്കിൽ അത് ലൈവ് സ്ട്രീമിംഗിലൂടെ ലോകത്തെ കാണിക്കാമെന്നു പോലും ഇറാൻ ഭരണകൂടം പരിഹസിച്ചു. ഇതോടെ ഉപരോധം ഫലപ്രദമാകില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ സൈനിക നടപടികളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇസ്രായേൽ പ്രതിരോധ സേന അമേരിക്കയോടൊപ്പം ചേർന്ന് ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലും ആണവ പരീക്ഷണശാലകളിലും നിരന്തരമായ വ്യോമാക്രമണങ്ങൾ നടത്തിവരികയാണ്. ഇറാന്റെ പ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞുവെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ അവകാശവാദം. ലെബനൻ അതിർത്തിയിലും സിറിയയിലും ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്കെതിരെയും ആക്രമണം ശക്തമാണ്. പശ്ചിമേഷ്യയിൽ പുകയുന്ന യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക സാമൂഹിക ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. ഗൾഫ് മേഖലയിൽ തൊഴിലെടുക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ ഇവരുടെ മടങ്ങിവരവും സുരക്ഷിതത്വവും വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയെ ഇന്ധനവിലയിലെ വർധനവ് നേരിട്ട് ബാധിക്കും. എണ്ണവില കുതിച്ചുയരുന്നത് രാജ്യത്തെ ചരക്ക് നീക്കത്തെയും അതുവഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും നയിച്ചേക്കാം. ഇത് പണപ്പെരുപ്പത്തിന് കാരണമാകും. കൂടാതെ യുദ്ധ സാഹചര്യം വ്യോമഗതാഗതത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സംഘർഷം ആരംഭിച്ചതോടെ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താളം തെറ്റിയത് യാത്രക്കാരെ വലച്ചിരുന്നു. എന്നിരുന്നാലും തടസ്സപ്പെട്ട വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യൻ വിമാന കമ്പനികൾ ശ്രമിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏറെ ആശ്വാസകരമായ വാർത്തയാണ്. ഖത്തറിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമായി മാറുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും വെടിനിർത്തലിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും പീറ്റർ ഹെഗ്സത്തിന്റെ പ്രസ്താവനകൾ യുദ്ധം ഉടൻ അവസാനിക്കില്ല എന്ന സൂചനയാണ് നൽകുന്നത്. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാടുകളും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിർണായകമാകും. ലോകം മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. വരും ദിവസങ്ങളിലെ ഇറാന്റെ പ്രത്യാക്രമണങ്ങളും അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളും ഈ സംഘർഷത്തിന്റെ ഭാവി തീരുമാനിക്കും. പശ്ചിമേഷ്യയിൽ 60 ദിവസമായി തുടരുന്ന ഈ സംഘർഷം വെറും ഒരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണെന്ന് വ്യക്തമാണ്. അമേരിക്കയുടെ ഭീമമായ യുദ്ധച്ചെലവും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യതയെന്ന സൂചന നൽകുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കം എന്നാണ് അവസാനിക്കുക എന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ സമാധാന ചർച്ചകളേക്കാൾ ഉപരിയായി സൈനിക ശക്തിയിലൂടെ ലക്ഷ്യം നേടാനാണ് പെന്റഗൺ ശ്രമിക്കുന്നത്. ഹോർമുസ് ഇടുക്കിലെ ഉപരോധം തുടരുന്നത് ഇന്ത്യയെ പോലെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും എണ്ണവില വർധനവ്
കുറവ് അന്താരാഷ്ട്ര വിപണിയെ മാന്ദ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ സംഘർഷത്തിനിടയിലും പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനും ഇന്ത്യ നൽകുന്ന മുൻഗണന ആശ്വാസകരമാണ്. എന്നിരുന്നാലും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്ക് യുദ്ധം തടയാൻ കഴിയാത്തത് ആഗോള നയതന്ത്ര രംഗത്തെ വലിയൊരു തിരിച്ചടിയായി കാണേണ്ടി വരും. ചുരുക്കത്തിൽ ഇറാന്റെ ആണവ പദ്ധതികളെ തടയാനുള്ള അമേരിക്കയുടെ നീക്കവും അതിനെ പ്രതിരോധിക്കാനുള്ള ഇറാന്റെ ശ്രമവും ലോകത്തെ വലിയൊരു യുദ്ധഭീതിയുടെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര ഇടപെടലുകൾ മാത്രമാണ് സമാധാനത്തിനുള്ള ഏക പ്രതീക്ഷ.